ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഓൺലൈനൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ നിങ്ങൾ എവിടെയാണെങ്കിലും പലതും ഇടത് നിൽക്കുന്നവരുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ച് കണ്ണടച്ചേ. ഈ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന വ്യക്തിയിൽ കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന വഴി അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാവണമേ ആഗ്രഹിച്ച് ഈ വ്യക്തിയെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ചേർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളിൽ കർത്താവ് ഇടപെടണമേ. അങ്ങ് ദൂരങ്ങളിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ, ആശുപത്രികളിലുള്ളവർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഭാരപ്പെട്ട് കഴിയുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാവും. കർത്താവെ, അവരിലൊക്കെ വലിയ ദൈവീക ഇടപെടൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കണ്ണു തുറന്ന് കൈകൾ കൂപ്പി എന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കേണ്ടത്. നിനക്കിങ്ങനെ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്താണെന്നറിയാവോ? ഈ ഞെരുക്കങ്ങൾ ഇതുവഴി ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് നീ അറിഞ്ഞിരിക്കണം. ദൈവം അറിയാതെ നിനക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നില്ല. സങ്കീർത്തനം 107 വചനം 28 നല്ല ഒന്നാന്തരം വചനമാണ് കേട്ടോ. ഈ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ വചനങ്ങൾ പഠിച്ചോളൂ. ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതാണ്, പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. സങ്കീർത്തനം 107 വചനം 28. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. കണ്ടോ ശ്രദ്ധിച്ചേ. നിന്റെ ഞെരുക്കത്തെ ഓർത്തുകൊണ്ട് നീ വിഷമിച്ചോണ്ടിരിക്കാനല്ല. അയ്യോ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ എന്നും പറഞ്ഞ് രാവിലെ മുതൽ നീ ഇങ്ങനെ പ്രാഗി വിഷമിച്ച് കുറ്റം പറഞ്ഞ് പിറുപിറുത്തിരിക്കാനല്ല. എൻ്റെ മകൻ ഇങ്ങനെയാണല്ലോ, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ ഇരിക്കാനല്ല. മറിച്ച് എന്ത് ചെയ്യണം? വചനം പഠിപ്പിക്കുന്നത് തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഡെലിവറൻസ്, വിടുതൽ. നിന്നെ കെട്ടഴിക്കുമെന്ന്. നീ അനുഭവിക്കുന്ന ഈ ഞെരുക്കത്തിൽ കർത്താവ് നിന്റെ കെട്ടഴിക്കും. ഹല്ലേലൂയാ. ഒറ്റ വചനം കൂടെ പഠിച്ചേ. സങ്കീർത്തനം തന്നെ 107 അതിന്റെ 19 തിരുവചനം വായിച്ചേ. 19 തിരുവചനം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. വിടുവിക്കുക മാത്രമല്ല, നിന്റെ ഞെരുക്കത്തില് കൃത്യമായി ഒരു രക്ഷ, ഒരു വഴി ദൈവം നിനക്ക് തുറന്നു തരും. ആമേൻ, ആമേൻ, ആമേൻ. ഇത് ഏറ്റെടുത്തോണം, ഇത് വിശ്വസിച്ചോണം. നിന്റെ ഞെരുക്കം, ഈ സഹനം, ഈ ഭാരം ഇതെന്തിനാണെന്ന് വചനം ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പഠിപ്പിക്കുന്നത് ഇത് നീ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ, നിന്റെ പ്രാർത്ഥന വഴി, നിന്റെ ഞെരുക്കം വഴി അനേകർ രക്ഷപ്പെടാനും വിടുതൽ പ്രാപിക്കാനുമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം അതാണ്. അതായത് നമ്മുടെ ഞെരുക്കത്തിൽ എന്ത് ചെയ്തോണം? നമ്മുടെ ഈ ഞെരുക്കത്തില് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചോണം.
വേറെ മാർഗമൊന്നുമില്ല. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്ന് വായിച്ചേ. അത് നമ്മളെ പഠിപ്പിക്കുന്നത് യാക്കോബ് ശ്ലീഹായാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം തിരുവചനം. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. ഭക്തി ഇതാണ്. ഏതാണ്? ദേ വായിച്ചോ, കേട്ടോ. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ഇങ്ങോട്ട് നോക്കിക്കേ. ഞെരുക്കങ്ങളിൽ, മറ്റുള്ളവരുടെ ഞെരുക്കങ്ങളിൽ നീ അവരെ സഹായിക്കണം. ആമീൻ. അതായത് ഞാൻ ഞെരുങ്ങുന്നു, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, അയ്യോ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. നീ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർ ഞെരുങ്ങുന്നത്, വിഷമിക്കുന്നത് നീ കാണുമ്പോൾ അവരെ സഹായിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചേ. ഫിലിപ്പി 4:14. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 14. 14-ാം തിരുവചനം. എങ്കിലും എന്റെ ഞെരുക്കങ്ങളിൽ സൗമ്യനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. കണ്ടോ? എങ്കിലും എന്റെ ഞെരുക്കത്തിൽ സൗമ്യനസ്സനത്തോടെ സൗമ്യമായി നിങ്ങളും പങ്കുചേർന്നു. നിന്റെ ജീവിതത്തിൽ നീ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ സഹനത്തെക്കുറിച്ചും ഞെരുക്കത്തെക്കുറിച്ചും അറിയുകയും അവരുടെ കാര്യത്തിൽ ഇടപെടുകയും വേണം. അവരെ സഹായിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമ്യനസ്സത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. കണ്ടോ? നിങ്ങൾ പങ്കുചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുക്കേണ്ട കാര്യം, ഈ ആഘോഷത്തിന്റെ നാളുകളിൽ പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പുറത്തു പറയാൻ പറ്റാത്തവണ്ണം അത്രമേൽ മാനസിക ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ശ്രദ്ധിച്ചോണേ, നിന്റെ ഞെരുക്കത്തിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തകൻ പഠിപ്പിക്കുന്ന ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. സങ്കീർത്തനം 4-ാം അധ്യായം 1-ാം തിരുവചനം. സങ്കീർത്തകൻ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. യെസ്. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി. കാരുണ്യപൂർവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കണ്ടോ? ഞെരുക്കങ്ങളിൽ എനിക്കങ്ങ് അഭയമരുളി. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരുടെ ഉള്ളിലുള്ള വലിയ സങ്കടം അതാണ്. എൻ്റെ ഞെരുക്കം ആർക്ക് മനസ്സിലാകും? ആരെന്നെ സഹായിക്കും? ആരെന്റെ കൂടെ നിൽക്കും? ആരുണ്ട്? വചനം പഠിപ്പിക്കുന്നു, നീ കടന്നു പോകുന്ന ഞെരുക്കത്തിൽ ദൈവം നിന്റെ കൂടെ നിൽക്കും. ഈ ദിവസങ്ങളിൽ വായിച്ച് പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനം 121. സങ്കീർത്തനം 121. ഏതാ സങ്കീർത്തനം? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പഠിച്ചോണം. ഈ ദിവസങ്ങളിൽ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവര് പഠിക്കേണ്ട, വായിക്കേണ്ട വചനഭാഗം. എല്ലാ ദിവസവും സങ്കീർത്തനം 121, വെറും 8 വചനങ്ങൾ മാത്രമുള്ള സങ്കീർത്തനം 121. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 121. ശാന്തമായിട്ടിരുന്ന് വായിക്കണം. നിന്റെ ജീവിതത്തിലെ ഞെരുക്കത്തിൽ ആര് നിന്നെ സഹായിക്കും? സർവശക്തനായ ദൈവം നിന്നെ സഹായിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. ആമേൻ. ഈ ഞെരുക്കം അതൊരു അനുഗ്രഹമാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു പഠിച്ചതുപോലെ, കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ. നിന്റെ ഞെരുക്കങ്ങൾ അത് സ്വർഗം സമ്മാനിക്കുന്നതാണ്, സ്വർഗം നിനക്ക് നേടിത്തരുന്നതാണ്. ഈ ഞെരുക്കം ഒരിക്കലും ഒരു അവസാനമല്ല, ഭാരമല്ല. ഈ ഞെരുക്കത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്. രോഗികളായിട്ടുള്ളവരുണ്ട്. നിനക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായ രോഗങ്ങളിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ആശുപത്രികളിൽ ഒരുപക്ഷെ കിടപ്പ് രോഗിയായിരിക്കും, വീടുകൾ നീ കിടപ്പ് രോഗിയായിരിക്കും, മാനസിക ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവും. ഒരുപക്ഷെ വിചാരിക്കാത്ത തരത്തിൽ ചില വ്യക്തികൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഞെരുങ്ങുന്ന വ്യക്തിയാവും. ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് ഭാരപ്പെടുന്നുണ്ടാവും.
ഒരുപക്ഷെ അപ്രതീക്ഷിതമായ സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന വ്യക്തിയാവും. സാമ്പത്തിക തകർച്ച, ആരെങ്കിലും പറ്റിച്ചു, അപ്രകാരം സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവും. പുറത്തു പറയാൻ പറ്റാത്തവണ്ണം അത്രമേൽ വിഷമമുണ്ടാകും. ആരെങ്കിലും സാമ്പത്തികമായി സഹായിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് തിരിച്ചു കിട്ടാത്തതിന് വിഷമമുണ്ടാകും. മക്കളെ ഓർത്ത് കരയുന്നവരുണ്ടാകും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏത് ഞെരുക്കമാണെങ്കിലും നീ വിശ്വസിക്കുക, ഈ ഞെരുക്കത്തിൽ എൻ്റെ ദൈവം ഇടപെടുന്നു. ഞാൻ ഈ ഞെരുക്കത്തിൽ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ കർത്താവ് എനിക്ക് അഭയം നൽകും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഓ കർത്താവേ, എൻ്റെ ഈ ഞെരുക്കത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഓരോരുത്തരുടെയും സങ്കടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഭാരത്തെ ഈശോയ്ക്ക് കൊടുക്ക്. ഈ ഭൂമിയിൽ നിന്റെ ഞെരുക്കം അറിയുന്ന ഒരുവനെയുള്ളൂ. സർവശക്തനായ ദൈവം കൂട്ടുകാരുടെ കൂടെ നടന്ന് അവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ നീ കഷ്ടപ്പെടേണ്ട. വീട്ടുകാരുടെ മുമ്പിൽ കരഞ്ഞ് നീ നിന്റെ ജീവിതത്തിൽ അവരുടെ ഒരു ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിനക്ക് ആശ്വാസം കിട്ടുന്നത്, നിന്റെ ജീവിതത്തിന് പ്രശ്നത്തിന് ഉത്തരം ലഭിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ നീറുന്ന പ്രശ്നങ്ങളെല്ലാം കൊടുത്ത് യേശുവേ എന്നൊന്ന് വിളിച്ച്, സ്വരമുയർത്തി വിളിച്ച്, ദാഹത്തോടെ വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്ക് അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈ ഭാരം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് കർത്താവ് ഇടപെടുന്നു. ശാന്തത കൈവിടാതിരിക്കാൻ, വലിയ ആശ്വാസത്തോടെ ഈ പ്രശ്നത്തെ നേരിടാൻ കർത്താവ് നിനക്ക് ബലം നൽകുന്നു. ആരെ കുറ്റപ്പെടുത്തണ്ട, ആരെ കളിയാക്കണ്ട, ആരെ അപമാനിക്കണ്ട. നിന്റെ വിഷമത്തെ, നിന്റെ ഞെരുക്കത്തെ കരങ്ങൾ ഉയർത്തി യേശുവേ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. വിശ്വസിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ. കയ്യടിച്ചേ, നന്നായിട്ട് കയ്യടിച്ചേ, ശക്തിയോടെ കയ്യടിച്ചേ. നിന്റെ ഞെരുക്കത്തെ സമർപ്പിച്ച് കയ്യടിച്ചോ. ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ആ രോഗങ്ങളെ സമർപ്പിച്ച് കയ്യടിക്കട്ടെ. നിന്റെ കണ്ണുനീരിനെ സമർപ്പിച്ച് കയ്യടിക്കട്ടെ. നിന്റെ ദുഃഖത്തെ സമർപ്പിച്ച് കയ്യടിക്കട്ടെ. മറ്റുള്ളവരിൽ നിനക്കുണ്ടായ അപമാനത്തെ ഓർത്ത് കയ്യടിക്കട്ടെ. നിന്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികാലങ്ങളെ ഓർത്ത് കയ്യടിക്കട്ടെ. നീ ഇന്ന് കടന്നു പോകുന്ന ഞെരുക്കം ഇതൊരു അനുഗ്രഹമായിട്ട് മാറുന്നു. വിശ്വസിച്ച് കയ്യടിക്കട്ടെ. യേശുവേ, ആമേൻ, ആമേൻ. തോൽവികളിൽ യേശുവേ വിജയമുണ്ട്. യേശുവേ, കൈകൾ ഉയർത്തി കൈയടിച്ച് ഏറ്റെടുക്കുന്നു. സംഭവിക്കട്ടെ. ഓ ദൈവമേ, ഓ ദൈവമേ, യെസ്, ഏറ്റെടുക്കുന്നു കർത്താവേ. ഓ ദൈവമേ, ഓരോ വ്യക്തികളിലും ഈ അനുഗ്രഹം സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം വ്യക്തികളിലേക്ക് ചെറിയപ്പെടട്ടെ. എല്ലാ നിരാശയും ദുഃഖവും എല്ലാ ഭാരവും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾ അത്ഭുതകരമായി നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരാധന കർത്താവേ, ആരാധന കർത്താവേ. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലാണ് പങ്കെടുക്കുന്നത്. കർത്താവ് അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ നമ്മുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഞെരുക്കത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പലരോടും പലതരത്തിലുള്ള ഭാരങ്ങളുണ്ടാവും. ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടാവും. നിന്നെ പറ്റിച്ചവര്, നിന്നെ വിഷമിപ്പിച്ചവര്, നിന്നെ കരയിപ്പിച്ചവര്, നിന്റെ ഉറക്കം കളഞ്ഞവര്. അങ്ങനെ ഈ ഞെരുക്കത്തിൽ അനേകരോട് നിനക്ക് അസ്വസ്ഥതയുണ്ടാവും.
നീ ഒരു പക്ഷേ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, എന്നാലും ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ എന്നിങ്ങനെ അനേക ഞെരുക്കുന്ന കാര്യങ്ങളെ ഓർത്ത് നിനക്ക് ഭാരമുണ്ടാകും. ഇപ്പോൾ അവരുടെ ശിരസിൽ കൈകൾ വെച്ച് കണ്ണടച്ച് ആ ഞെരുക്കം ഒരു അനുഗ്രഹമാണ്. നിന്നെ ഈ വ്യക്തി വിഷമിപ്പിച്ചത് അതൊരു അനുഗ്രഹമാണ്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു. ആ വ്യക്തിയെ മനസ്സിൽ കണ്ട്, ആ സംഭവത്തെ മനസ്സിൽ കണ്ട്, നീ അനുഭവിക്കുന്ന ഞെരുക്കത്തെ മനസ്സിൽ കണ്ട് കർത്താവെ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഈ വിഷയത്തിൽ ഇടപെടട്ടെ. ഇപ്പോൾ ഈ നിമിഷം ആ സംഭവങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും എല്ലാം സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ കർത്താവെ, ഞങ്ങൾ ആ വിഷയത്തിൽ അത്ഭുതകരമായ ഒരു ദൈവിക പ്രവൃത്തി വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. സംഭവിക്കപ്പെടട്ടെ. ഓ കർത്താവെ, അത് സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. നിന്റെ കുടുംബത്തിലേക്ക് ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നിന്റെ ബന്ധങ്ങളിലേക്ക് ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട്, നിന്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ കർത്താവേ, നിന്റെ അഗ്നി എന്നിൽ വെളിപ്പെടട്ടെ കർത്താവേ. എന്നെ കർത്താവേ വീണ്ടും ഒരു ശക്തമായ ഒരു ഉപകരണമാക്കണമേ. ഓ കർത്താവേ, എന്നിൽ അഗ്നി നിറയണമേ. ഈ ഞെരുക്കം ഒരു അനുഗ്രഹമാണ്. ഓ കർത്താവേ, അഗ്നി എന്നിൽ നിറയണമേ. നമുക്കറിയാവുന്ന ഒരു ഗാനത്തിന്റെ വരികളാണ്. ഓ കർത്താവേ, അഗ്നി എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇതെന്നിൽ നിറയണമേ. കർത്താവേ, എന്നെ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഈ ഞെരുക്കം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം അവസാനിച്ചു, കരിക്കട്ട പോലെ ആയിത്തീർന്ന എൻ്റെ ജീവിതത്തെ കർത്താവെ ഒന്ന് ഊതി കത്തിക്കണമേ. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണം. പ്രാർത്ഥിക്കുന്ന ഒത്തിരി വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് ശക്തമായ ബോധ്യങ്ങൾ നൽകുന്നുണ്ട്, അതിശക്തമായ ബോധ്യങ്ങൾ നൽകുന്നുണ്ട്. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. അഗ്നി ഓ കർത്താവേ, അഗ്നി എന്നിൽ. ആഗ്രഹിച്ചു പാടിക്കേ. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ആഗ്രഹിച്ചു പാടിക്കേ. അഗ്നി അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവജനത്തിന് സംഭവിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ചാമ്പലാകട്ടെ. ഓ കർത്താവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും കർത്താവിന്റെ അഭിഷേകം നൽകുന്നു. അനേകർക്ക് പരിശുദ്ധാത്മാവ് ബോധ്യങ്ങൾ നൽകുന്നു. പരിശുദ്ധാത്മാവ് അനേകർക്ക് ബോധ്യങ്ങൾ നൽകുന്നു. വിശ്വസിക്കുന്നവരത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ഞെരുക്കം ഇതൊരവസാനമല്ല. ഭാരപ്പെടേണ്ട. ഈ അടുത്ത ദിവസങ്ങളിൽ വലിയൊരു രോഗപീഠ അറിഞ്ഞതിന് ശേഷം വലിയ മാനസിക ദുഃഖത്തിൽ കഴിയുന്ന സഹോദര, വിഷമിക്കേണ്ട. കർത്താവ് ഈ ഞെരുക്കത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം ഇതാ സഹോദരന് സന്ദേശമായിട്ട് നൽകുന്നു. വിഷമിക്കേണ്ട. ലാസർ രോഗിയാണെന്നറിഞ്ഞപ്പോൾ ഇതാ മർത്തായും മറിയവും ദൂതനെ യേശുവിന്റെ പക്കലേക്ക് വിട്ടു. ആ ദൂതനോട് യേശു പറഞ്ഞ സന്ദേശം, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് പ്രത്യുത ഇത് ദൈവ മഹത്വത്തിനുള്ളതാണ്. നീ ഇന്ന് കടന്നു പോകുന്ന ഞെരുക്കം ഇതൊരവസാനമല്ല, മറിച്ച് ദൈവം ഇടപെടാനുള്ള ഒരവസരമാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഭാരപ്പെടേണ്ട. സാമ്പത്തിക തകർച്ചയുടെ മുമ്പിൽ നിൽക്കുന്ന കുടുംബമേ, ഭാരപ്പെടേണ്ട. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും.
കോടതി കേസിൽ വിഷമിക്കുന്ന കുടുംബമേ, നീ വിഷമിക്കേണ്ട. പുറപ്പാട് 14:14 കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തമായിരുന്നാൽ മതി. നിനക്ക് വേണ്ടി ഒരുക്കിയ കള്ളക്കേസുകൾ ഒന്നും നിലനിൽക്കില്ല. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. വീട്ടിലെ പറമ്പില് ഒരു ഇലക്ട്രിക് പോസ്റ്റിനോട് ബന്ധപ്പെട്ടുണ്ടായ വലിയൊരു പ്രശ്നത്തിൽ കഴിയുന്ന ഒരു കുടുംബം, കർത്താവ് പറയുന്നു, വിഷമിക്കേണ്ട. ഈ കണ്ണുനീര്, ഈ ഞെരുക്കം ഒരു അനുഗ്രഹമാക്കി മാറ്റും. അയൽവാസികളോട് വഴക്കിന് പോകണ്ട, ഇതൊരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. നിന്റെ ജോലി മേഖലയിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിനക്ക് ദൈവം ഒരു പ്രവൃത്തി നൽകും. നീ വിശ്വസിക്കൂ. കാരണം നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്. നിന്നിൽ പ്രവർത്തിക്കും. കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. സോഷ്യൽ മീഡിയയിൽ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അനേകർക്ക് വലിയൊരു പ്രചോദനം നൽകുന്നു. ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആർക്കൊക്കെയോ കർത്താവ് ശക്തമായ പ്രചോദനം നൽകുന്നു. സോഷ്യൽ മീഡിയയിൽ വചനം പറയാൻ, വചനം പഠിപ്പിക്കാൻ, മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ കർത്താവ് നിന്നെ ബലപ്പെടുത്തുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. മകൻ സെമിനാരിയിലാണ്, അമ്മതെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. മകന്റെ വൈദിക ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുണ്ടല്ലോ, അത് അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണ്. അനേക സെമിനാരിക്കാർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചോ. അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും മകന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തട്ടെ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. വലിയൊരു അഭിഷേകം ഈ ദിവസങ്ങളിൽ സംഭവിക്കപ്പെടട്ടെ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. എല്ലാവരും ഈ നിമിഷം 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ. എന്റെ പ്രിയരെ, കർത്താവ് ഒരു സന്ദേശം പോലെ കൂട്ടായ്മയോട് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന അനേക തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധുജനങ്ങൾക്കിടയിലോ നിങ്ങളുടെ ഇടവകയിലോ നിങ്ങളുടെ പരിചയമുള്ള ഇടങ്ങളിലൊക്കെ അനേക തിരുപ്പട്ട ശുശ്രൂഷകൾ, പട്ടം കൊടുക്കുന്ന ശുശ്രൂഷകൾ നടത്തപ്പെടുന്നുണ്ട്. 2 കരങ്ങളും നീട്ടിപ്പിടിച്ച് നമ്മുടെ തിരുസഭയിൽ ജീവിക്കുന്ന അനേക വിശുദ്ധരായിട്ടുള്ള വൈദികര് ഇതാ ഈ ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാൻ, ദൈവമേ ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. കർത്താവെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കിടയിലോ നിങ്ങളുടെ ഇടവകയിലോ നിങ്ങൾ ഇന്നോളം കണ്ടുമുട്ടിയിട്ടുള്ള സമകലരെ സമർപ്പിച്ച്, പ്രത്യേകിച്ച് വൈദിക വിദ്യാർത്ഥികളെ സമർപ്പിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തീഷ്ണതയുള്ള വചനം പറയുന്ന അനേക വൈദികര് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. ശക്തിയുള്ള അഭിഷേകം നിറഞ്ഞ അനേക വൈദികരെ കർത്താവെ ഈ കാലഘട്ടത്തിൽ ഒരുക്കണമേ. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ചോ. കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു പുത്തൻ അഭിഷേകം കർത്താവെ അങ്ങ് ചൊരിയണമേ. ആഗ്രഹിക്കട്ടെ. കണ്ണുനീരോടെ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഓ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി ഇടപെടട്ടെ. കർത്താവേ, ഈ ദിവസങ്ങളിൽ വൈദിക വൃത്തിയിലോട്ട് പ്രവേശിക്കുന്ന, പൗരോഹിത്യ ശുശ്രൂഷയിലോട്ട് കടന്നു വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ശക്തി ഈ ദിവസങ്ങൾ സംഭവിക്കപ്പെടട്ടെ. ഒരു കാരണവശാലും ഒരു തടസ്സവും ഉണ്ടാവാതിരിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ കൂപ്പാം. ദൈവസന്നിധിയിൽ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പുമ്പോൾ ഇന്ന് കേട്ട വചനം മറക്കരുത്. ഞെരുക്കങ്ങളിൽ ശാന്തത കൈവിടരുത്. പലതരം ഞെരുക്കങ്ങളുണ്ടാവും, പക്ഷേ ശാന്തത കൈവിടരുത്. ഈശോ പറയാണ്, ധൈര്യമായിരിക്കണം. കാരണം ഈ ലോകത്തെ അവൻ കീഴടക്കിയിരിക്കുന്നു. യേശു കീഴടക്കി. ആ യേശു നിന്റെ ഉള്ളിലുണ്ട്. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം. യെസ്, ജീസസ് ഈസ് വിതിൻ മീ. എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഒന്നിൻ്റെ മുമ്പിലും ഭയപ്പെട്ടു പോവുകയില്ല. ഈ ഞെരുക്കം ഇത് അനുഗ്രഹമാണ്. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന
യേശുവേ ആരാധന. ആരാധന